നമസ്കാരം. ജനഹിതം 2016 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ, 14ാം നിയമസഭയിലേക്ക് ആരൊക്കെയാവും വരിക എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ത്രികോണ മത്സരത്തിന്റെ ആവേശമുയർത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് ചെയ്തത് 77.35% പേരാണ്. ഏറ്റവും കൂടുതൽ പേർ പോൾ ചെയ്തത് കോഴിക്കോട്ടും കുറവ് പത്തനംതിട്ടയിലുമാണ്. 2011 75.12% പോളിംഗ്. സംസ്ഥാനം കണ്ട ഏറ്റവും വാശിയേറിയ പ്രചരണം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാവുമ്പോൾ അവസാനവട്ട കൂട്ടലും കിഴിക്കലുകളുമായി മുന്നണികൾ ആകാംക്ഷാഭരിതരാണ്. ഒപ്പം കേരളത്തിൽ വോട്ടർമാർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും പറയുന്നു. 140 നിയോജക മണ്ഡലങ്ങളിലായി 1203 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടിയത്. മധ്യകേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് തുടങ്ങി 4 ജില്ലകളിൽ ഇരുമുന്നണികളും എൻഡിഎയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളായ പീരുമേട്, ഇടുക്കി, തൊടുപുഴ, ഉടുമ്പൻചോല, ദേവികുളം മണ്ഡലങ്ങളിൽ ഇടത് വലത് BJP മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തിയത്. ജനങ്ങളാവട്ടെ കനത്ത പോളിംഗും ഈ മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ 74.76% ഇത്തവണത്തെ പോളിംഗ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 71.1%. വിജയം ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ്. ഇതിൽ കെ ഫ്രാൻസിസ് ജോർജും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റിനും ഏറ്റുമുട്ടുന്ന ഇടുക്കി നിയോജക മണ്ഡലവും, അതിശക്തമായ മത്സരം നടക്കുന്ന പി ജോസഫും റോയ് വാരിക്കാട്ടും മത്സരിക്കുന്ന തൊടുപുഴയും MM മണി മത്സരിക്കുന്ന ഉടുമ്പൻചോലയുമാണ് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ജില്ലയിൽ 74.76% ഇത്തവണത്തെ പോളിംഗ്. 2011 ഇത് 71.1%. പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 71.4%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69.64% ഇടുക്കിയിലെ പോളിംഗ്. ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥിയായി ES ബിജിമോളും UDF സ്ഥാനാർത്ഥിയായ സിറിയക് തോമസും തമ്മിലായിരുന്നു പോരാട്ടം. കെ കുമാറാണ് NDA സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ ES ബിജിമോൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4777 വോട്ടിനാണ് പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇടുക്കി ജില്ലയിലെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 75.33%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 70.28%. LDF സ്ഥാനാർത്ഥിയായി കെ ഫ്രാൻസിസ് ജോർജും UDF സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിനുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. ബിജു മാധവനാണ് NDA സ്ഥാനാർത്ഥി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ റോഷി അഗസ്റ്റിൻ 15,806 വോട്ടുകൾക്കാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 71.91%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോളിംഗ് 71.63%. LDF സ്ഥാനാർത്ഥിയായി റോയ് വാരിക്കാട്ടും UDF സ്ഥാനാർത്ഥിയായി പി ജോസഫുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. NDA സ്ഥാനാർത്ഥിയായി പ്രവീണും മത്സരരംഗത്തുണ്ട്. സിറ്റിംഗ് MLA ആയ കേരള കോൺഗ്രസ് എമ്മിലെ പി ജോസഫ് 22,868 വോട്ടുകൾക്കാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 75.1%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 71.93% പോളിംഗ്. LDFിലെ MM മണിയും UDFിലെ അഡ്വക്കേറ്റ് സേനാപതി വേണുവും തമ്മിലാണ് പ്രധാന പോരാട്ടം. സജി പറമ്പത്താണ് NDA സ്ഥാനാർത്ഥി. ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 71%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 72.32% ദേവികുളം നിയോജക മണ്ഡലത്തിലെ പോളിംഗ്. LDFിലെ S രാജേന്ദ്രനും UDFിലെ AK മണിയും തമ്മിലാണ് ഇവിടെ പ്രധാന പോരാട്ടം. N ചന്ദ്രനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. എറണാകുളത്ത് പോളിംഗിൽ നേരിയ വർധനയുണ്ടായത് ഇരുമുന്നണികൾക്കും വിജയപ്രതീക്ഷ നൽകുന്നുണ്ട്. കുന്നത്തുനാട് മണ്ഡലത്തിലാണ് ജില്ലയിൽ മികച്ച പോളിംഗ് നടന്നത്. പെരുമ്പാവൂരും ആലുവയിലും കനത്ത പോളിംഗ് ഉണ്ടായി. വാശിയേറിയ മത്സരം നടന്ന തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗിൽ നേരിയ കുറവുണ്ടായി. ജില്ലയിൽ ബെന്നി ബെഹനാന് പകരം PT തോമസ് മത്സരിക്കുന്ന തൃക്കാക്കര മണ്ഡലവും K ബാബുവും M സ്വരാജും ഏറ്റുമുട്ടുന്ന ശക്തമായ മത്സരം നടന്ന തൃപ്പൂണിത്തുറ മണ്ഡലവും
എറണാകുളം നിയോജക മണ്ഡലവും ഈ അടുത്ത കാലത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ പെരുമ്പാവൂർ മണ്ഡലവും ഏവരും കാത്തിരിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ ഫലം പ്രവചനാതീതമാവുമെന്ന് എക്സിറ്റ് പോളും പറയുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളും അണികളും ആവേശഭരിതരാണ്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 79.77%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പോളിംഗ് 77.06 ആയിരുന്നു. എറണാകുളം ജില്ലയിലെ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 77.38%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് രേഖപ്പെടുത്തിയ പോളിംഗ് 74.12 ആയിരുന്നു. LDF-ലെ ആന്റണി ജോണും UDF-ലെ TU കുരുവിളയും തമ്മിലാണ് ഇവിടെ പ്രധാന മത്സരം. PC സിറിയക്കാണ് NDA സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ കേരള കോൺഗ്രസ് എമ്മിലെ TU കുരുവിള 12,222 വോട്ടിനാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 79.04%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് 75.03 ആയിരുന്നു. LDF-ലെ എൽദോ എബ്രഹാമും UDF-ലെ ജോസഫ് വാഴക്കനും തമ്മിലാണ് പ്രധാന മത്സരം. NDAയിൽ നിന്ന് PJ തോമസ് ആണ് ഇവിടെ സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ ജോസഫ് വാഴക്കന് 5163 വോട്ടാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. പിറവം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 80.40%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 79.08 ആയിരുന്നു. LDF-ലെ MJ ജേക്കബും UDF-ലെ അനൂപ് ജേക്കബും തമ്മിലാണ് പ്രധാന പോരാട്ടം. NDA സ്ഥാനാർത്ഥി CP സത്യനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് അനൂപ് ജേക്കബിന് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12,070 വോട്ടുകളാണ് പിറവം നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 85.36%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ 83.36% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. LDF-ലെ അഡ്വക്കേറ്റ് ഷിജി ശിവജിയും UDF-ലെ VP സജീന്ദ്രനും തമ്മിലാണ് ഇവിടെ പ്രധാന മത്സരം. NDA സ്ഥാനാർത്ഥി തുറവൂർ സുരേഷാണ്. സിറ്റിംഗ് MLA ആയ VP സജീന്ദ്രൻ 8,732 വോട്ടുകൾക്കാണ് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് 2011 വിജയിച്ചത്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 74.47%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 73.62% ആയിരുന്നു. LDF-ൽ നിന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും UDF-ൽ നിന്ന് PT തോമസും NDAയിൽ നിന്ന് S സജിയുമാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. എറണാകുളം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 72%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയത് 71.64%. LDF-ൽ നിന്ന് M അനിൽകുമാറും UDF-ൽ നിന്ന് ഹൈബി ഈഡനും NDA സ്ഥാനാർത്ഥിയായി NK മോഹൻദാസുമാണ് ഇവിടെ മത്സരിച്ചത്. സിറ്റിംഗ് MLA ആയ ഹൈബി ഈഡൻ 32,437 വോട്ടുകൾക്കാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 79.19%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോളിംഗ് ശതമാനം 76.25 ആയിരുന്നു. LDF-ലെ M സ്വരാജും UDF-ലെ K ബാബുവും NDA സ്ഥാനാർത്ഥിയായ പ്രൊഫസർ തുറവൂർ വിശ്വംഭരനും തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ. 15,778 വോട്ടുകൾക്ക് K ബാബുവാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 72.09. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 66.91 ആയിരുന്നു ഇവിടുത്തെ പോളിംഗ്. LDF-ലെ KJ മാക്സിയും UDF-ലെ ഡൊമിനിക് പ്രസന്റേഷനും NDA-ലെ പ്രവീൺ ദാമോദര പ്രഭുവും തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടൽ. 16,503 വോട്ടുകൾക്കാണ് ഡൊമിനിക് പ്രസന്റേഷൻ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്.
വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 79.43%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 79.26% വൈപ്പിനിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. LDF-ലെ എസ് ശർമ്മയും UDF-ലെ KR സുഭാഷും NDA-യിലെ KK വാമലോചനും തമ്മിലാണ് ഇവിടെ പ്രധാന പോരാട്ടം. സിറ്റിംഗ് MLA ആയ എസ് ശർമ്മ 5242 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. പറവൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 80%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയത് 83.96%. LDF-ൽ നിന്ന് ശാരദാ മോഹനും UDF-ൽ നിന്ന് VD സതീശനും NDA സ്ഥാനാർത്ഥിയായി ഹരി വിജയനുമാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. സിറ്റിംഗ് MLA ആയ VD സതീശൻ 11,349 വോട്ടുകൾക്കാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 80.63%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ലഭിച്ച പോളിംഗ് 79.55%. LDF-ൽ നിന്ന് AM യൂസഫും UDF-ൽ നിന്ന് VK ഇബ്രാഹിം കുഞ്ഞും NDA-യിൽ നിന്ന് V ഗോപകുമാറുമാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ആലുവ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 82.84%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 80.25%. LDF-ൽ നിന്ന് സലീമും UDF-ൽ നിന്ന് അൻവർ സദത്തും NDA-യിൽ നിന്ന് ലതാ ഗംഗാധരനുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 82.84%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോളിംഗ് 81.24%. LDF-ൽ നിന്ന് ബെന്നി മുഞ്ഞോലിയും UDF-ൽ നിന്ന് റോജി M ജോണും NDA-യിൽ നിന്ന് PJ ബാബുവുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. ജനതാദൾ എസിലെ ജോസ് തെറ്റയിൽ 7170 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 83.80%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 81.13%. LDF-ൽ നിന്ന് സാജു പോളും UDF-ൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളിയും NDA-യിൽ നിന്ന് ES ബിജുവുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. സിറ്റിംഗ് MLA കൂടിയായ സാജു പോൾ 3382 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കേരളത്തിൽ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജില്ലയാണ് പാലക്കാട്. VS മത്സരിക്കുന്ന മലമ്പുഴ ഇത്തവണ നിർണായകമാകും. കൂടാതെ പാലക്കാട് നിയോജക മണ്ഡലവും ഒറ്റപ്പാലവും എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ്. ഒറ്റപ്പാലവും പട്ടാമ്പിയും ഒഴികെ തൃത്താല, ഷൊർണൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ എന്നിവിടങ്ങളിൽ ഇത്തവണ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ 3% കൂടുതലാണ് പോളിംഗ്, 78.37%. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പാലക്കാട് ജില്ലയിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 78.37%. കഴിഞ്ഞ തവണത്തേക്കാൾ 3% കൂടുതലാണ് പാലക്കാട്ടെ ഇത്തവണത്തെ പോളിംഗ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് 75.06% രേഖപ്പെടുത്തിയത്. നെന്മാറ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 80.86%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 77.87%. LDF-ന്റെ K ബാബുവും UDF-ലെ AV ഗോപിനാഥും NDA-യുടെ N ശിവരാജനും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ലെ V ചെന്താമരാക്ഷൻ 8694 വോട്ടുകൾക്കാണ് നെന്മാറ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 80.4%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 81%. LDF-ലെ K കൃഷ്ണൻകുട്ടിയും UDF-ലെ K അച്യുതനും NDA-യുടെ M ശശികുമാറും തമ്മിലാണ് മത്സരം. സിറ്റിംഗ് MLA ആയ UDF-ന്റെ K അച്യുതൻ 12,330 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. തരൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 78%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ നിയോജക മണ്ഡലത്തിൽ 75.31% പോളിംഗ്. LDF-ലെ AK ബാലനും UDF-ലെ C പ്രകാശനും NDA-യുടെ KV ദിവാകരനുമാണ് സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് MLA ആയ LDF-ലെ AK ബാലൻ 25,756 വോട്ടുകൾക്കാണ് തരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 75.5%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 72.59%. LDF-ന്റെ
NN കൃഷ്ണദാസും UDFിലെ ഷാഫി പറമ്പിലും NDAയുടെ ശോഭാ സുരേന്ദ്രൻ തമ്മിലാണ് പ്രധാന മത്സരം. മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 77%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 75.24%. LDFിൽ നിന്ന് VS അച്യുതാനന്ദനും UDFിൽ നിന്ന് VS ജോയിയും NDAയിൽ നിന്ന് C കൃഷ്ണകുമാറുമാണ് ഏറ്റുമുട്ടിയത്. VS അച്യുതാനന്ദൻ 23,440 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 76.2%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 72.74%. LDFിലെ KV വിജയദാസും UDFിലെ പന്തളം സുധാകരനും NDAയിലെ രേണു സുരേഷുമാണ് ഏറ്റുമുട്ടിയത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 70.3%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോളിംഗ് 75.04%. LDFിലെ P ഉണ്ണിയും UDFിലെ ഷാനിമോൾ ഉസ്മാനും NDAയിലെ P വേണുഗോപാലും തമ്മിലാണ് പ്രധാന മത്സരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നിന്ന് LDFിലെ M ഹംസ 13,203 വോട്ടുകൾക്കാണ് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 75.8%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് 73.41%. LDFിലെ PK ശശിയും UDFിലെ C സംഗീതയും NDAയിലെ ചന്ദ്രനും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 70.9%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് 76.47%. LDFിലെ മുഹമ്മദ് മൊഹ്സീനും UDFിലെ CP മുഹമ്മദും NDAയിലെ P മനോജുമാണ് മത്സരിച്ചത്. സിറ്റിംഗ് MLA ആയ UDFിലെ CP മുഹമ്മദ് 12,475 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 78.73%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോളിംഗ് 78.37%. LDFിലെ സുബൈദ ഇസഹാക്കും UDFിലെ VT ബൽറാമും NDAയിലെ VT രമയും തമ്മിലായിരുന്നു മത്സരം. സിറ്റിംഗ് MLA കൂടിയായ UDFിലെ VT ബൽറാം 3,438 വോട്ടുകൾക്കാണ് തൃത്താല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 74.1%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 76.04%. LDFിലെ KD പ്രസേനനും UDFിലെ K കുശാലകുമാറും NDAയിലെ MP ശ്രീകുമാറും തമ്മിലാണ് മത്സരം. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 76.6%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 72.65%. LDFിൽ നിന്ന് KP സുരേഷ് രാജും UDFിൽ നിന്ന് N ഷംസുദ്ദീനും NDAയിൽ നിന്ന് കേശവദാസ് പുതുമണവുമാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. സിറ്റിംഗ് MLA ആയ UDFിലെ N ഷംസുദ്ദീൻ 8,270 വോട്ടുകൾക്കാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടന്നത്. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇതിൽ ലീഡറിന്റെ മകൾ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശൂരും കുന്നംകുളവും നിർണായകമാകും. ജില്ലയിലെ പോളിംഗ് ശതമാനം ഉയർന്നത് ഇരുമുന്നണികൾക്കും അതുപോലെ തന്നെ BJPക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ റെക്കോർഡ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 77.74%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 74.09%. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 79.25%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 75.90%. LDFിൽ നിന്ന് VR സുനിൽകുമാറും UDFിൽ നിന്ന് KP ധനപാലനും NDAയിൽ നിന്ന് ഗംഗീത വിശ്വനാഥും തമ്മിലാണ് ഇവിടെ മത്സരം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ 9,432 വോട്ടുകൾക്കാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 78.60%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 76.25% പോളിംഗ്. LDFിൽ നിന്ന് BD ദേവസിയും UDFിൽ നിന്ന് TU രാധാകൃഷ്ണനും NDAയിൽ നിന്ന് സംഗീത വിശ്വനാഥനും തമ്മിലാണ് ഇവിടെ മത്സരം. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 80.98%. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 78.41%.
LDF-ൽ നിന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥും UDF-ൽ നിന്ന് സുന്ദരൻ കുന്നത്തുള്ളിയും NDA-യിൽ നിന്ന് A നാഗേഷുമാണ് ഏറ്റുമുട്ടിയത്. സിറ്റിംഗ് MLA ആയ LDF-ലെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് 26,482 വോട്ടുകൾക്കാണ് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 27.32%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 75.77%. LDF-ലെ പ്രൊഫസർ KU അരുണനും UDF-ലെ തോമസ് ഉണ്ണിയാടനും NDA-യിലെ CD സന്തോഷും തമ്മിലാണ് ഇവിടെ പ്രധാന മത്സരം. സിറ്റിംഗ് MLA ആയ തോമസ് ഉണ്ണിയാടൻ 12,404 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 79.35%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇവിടുത്തെ പോളിംഗ് 77.21%. LDF-ലെ ET ടൈസണും UDF-ലെ MT മുഹമ്മദ് നഹാസും NDA-യിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ താഷ്ണത്തുമാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ 13,570 വോട്ടുകൾക്കാണ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 76.20%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോളിംഗ് 71.47%. LDF-ൽ നിന്ന് ഗീതാ ഗോപിയും UDF-ൽ നിന്ന് KV ദാസനും NDA-യിൽ നിന്ന് TV ബാബുവുമാണ് മത്സരിച്ചത്. സിറ്റിംഗ് MLA ആയ CPI-യുടെ ഗീതാ ഗോപിയാണ് 16,054 വോട്ടുകൾക്ക് നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 73.34%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോളിംഗ് 69.03%. LDF-ലെ അഡ്വക്കേറ്റ് VS സുനിൽകുമാറും UDF-ലെ പത്മജ വേണുഗോപാലും NDA-യിലെ B ഗോപാലകൃഷ്ണനും തമ്മിലാണ് പ്രധാന മത്സരം. UDF-ലെ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ 16,169 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 75%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 74.33% പോളിംഗ്. LDF-ൽ നിന്ന് അഡ്വക്കേറ്റ് K രാജനും UDF-ൽ നിന്ന് MP വിൻസെന്റും NDA-യിൽ നിന്ന് സന്തോഷുമാണ് മത്സരിച്ചത്. സിറ്റിംഗ് MLA ആയ UDF-ലെ MP വിൻസെന്റ് 6,247 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 80.50%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 77.94%. LDF-ൽ നിന്ന് മേരി തോമസും UDF-ൽ നിന്ന് അനിലക്കരയും NDA-യിൽ നിന്ന് TS ഉല്ലാസ് ബാബുവുമാണ് മത്സരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് CN ബാലകൃഷ്ണൻ 6,685 വോട്ടുകൾക്കാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 76.33%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 73.27%. LDF-ലെ മുരളി പെരുന്നെല്ലിയും UDF-ലെ O അബ്ദുറഹ്മാൻ കുട്ടിയും NDA-യിലെ AN രാധാകൃഷ്ണൻ തമ്മിലാണ് പ്രധാന മത്സരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ലെ PA മാധവൻ 481 വോട്ടുകൾക്കാണ് മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 73.20%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 71.91%. LDF-ന്റെ KV അബ്ദുൽ ഖാദറും UDF-ന്റെ PM സാദിഖ് അലിയും NDA-യുടെ നിവേദിത സുബ്രഹ്മണ്യനും തമ്മിലാണ് പ്രധാന മത്സരം. സിറ്റിംഗ് MLA കൂടിയായ LDF-ന്റെ KV അബ്ദുൽ ഖാദർ 9,968 വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 78.65%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 75.32%. LDF-ലെ AC മൊയ്തീനും UDF-ലെ CP ജോണും NDA-യിലെ KK അനീഷ് കുമാറും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ബാബു M പാലശ്ശേരി 481 വോട്ടുകൾക്കാണ് കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ് 79%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 76.55%. LDF-ലെ UR പ്രദീപും UDF-ലെ KA തുളസിയും NDA-യിലെ ഷാജു മോൻ വട്ടേക്കാടും തമ്മിലാണ് പ്രധാന മത്സരം. CPM-ന്റെ K രാധാകൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24,676 വോട്ടുകൾക്കാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കേരളം ആര് ഭരിക്കുമെന്നറിയാൻ. മുന്നണികളും സ്ഥാനാർത്ഥികളും ജനങ്ങളും ആകാംക്ഷാഭരിതരാണ്. കാത്തിരിക്കാം ജനഹിതം എന്തെന്നറിയാൻ.